ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ ചാപ്റ്റർ ആണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ കൺസ്യൂമർ ബിഹേവിയറും ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് മിക്സിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിൽ ഫസ്റ്റ് മാർക്കറ്റ് മിക്സ് ഫസ്റ്റ് എലമെന്റ് ആണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രൈസിങ് വരുന്നുണ്ട്, പ്രൊമോഷൻ വരുന്നുണ്ട്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് മാർക്കറ്റ് മിക്സ് ഫസ്റ്റ് എലമെന്റ് നോക്കുക പ്രൊഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ മുമ്പ് പറഞ്ഞ മാതിരി തന്നെയാണ് നോട്ട്സിന്ന് ചില പോയിന്റ്സുകളും എക്സ്പ്ലനേഷൻസും മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം വായിക്കുമ്പോൾ ബെറ്റർ എന്ന് തോന്നിയ മീനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് എന്താണെന്ന് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. പ്രൊഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ് ടു സാറ്റിസ്ഫൈ എ വാണ്ട് ഓർ നീഡ്സ്. ഓക്കെ, ഒരാളുടെ വാണ്ട്സോ നീഡ്സോ സാറ്റിസ്ഫൈ ചെയ്യാൻ ഓഫർ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരാൾ നീഡ്സോ വാണ്ട്സോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വസ്തു എന്നാണ് ഇസ് കോൾഡ് പ്രൊഡക്റ്റ് ആണ്. ചിലപ്പോൾ സർവീസ് ആവാം, ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ പ്ലേസസ് ആവാം, കൺസെപ്റ്റ്സ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, കമ്മോഡിറ്റീസ് ആവാം, സർവീസ് ഒക്കെ ആവാം. ഓക്കെ, ഒരാൾ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. Then ഫിലിപ്പ് കോട്ടറുടെ ഡെഫിനിഷൻസ് ഉണ്ട്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ് ഫോർ അറ്റൻഷൻ, അക്വിസിഷൻ, യൂസ് ഓർ കൺസപ്ഷൻ ദാറ്റ് മൈറ്റ് സാറ്റിസ്ഫൈ എ വാണ്ട്സ് ഓർ നീഡ്സ്. ഓക്കെ, then everything the purchaser gets in exchange of his money is called product. ഓക്കെ, CP സ്റ്റീഫന്റെ വേറെ ഡെഫിനിഷൻ ആണ്. എവറിത്തിങ്, ഒരു പർച്ചേസർ അവരെ മണി കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഏതൊരു വസ്തുവിനെയാണ് പ്രൊഡക്റ്റ് എന്നും പറയാൻ പറ്റും എന്നുള്ളതാണ്. ഒരാളെ ക്യാഷ് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഏതൊരു വസ്തുവിനെയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ദെൻ ജോബറിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എ പ്രൊഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് എബിലിറ്റി ടു സാറ്റിസ്ഫൈ എ കസ്റ്റമർ നീഡ്സ്. ഓക്കെ, ഈ പറഞ്ഞ ഡെഫിനിഷനും മീനിങ്ങും ഒക്കെ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഒരാൾ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ ഏതൊരു വസ്തുവിനെ നമ്മൾക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ മണി കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഏതൊരു വസ്തുവിനെയും നമ്മൾക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്രയാണ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു മീനിങ് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ സിമ്പിൾ ആണ്. പ്രൊഡക്റ്റ് എന്നുള്ള ഡെഫിനേഷനും മീനിങ് ഒന്ന് പഠിച്ചു വെക്കുക. അധികം ചോദിക്കാറൊന്നുമില്ല, പക്ഷേ എസ്ഐസിലൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എസ് ഉണ്ടെങ്കിൽ അതിൽ എഴുതാൻ പറ്റും ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലെവൽസ് ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ലെവൽസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്യണം. അങ്ങനെ 5 ലെവൽസ് ആണ് പ്രോഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്ത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോർ പ്രോഡക്റ്റ്, സെക്കൻഡ് ബേസിക് പ്രോഡക്റ്റ്, എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്, ഓഗ്മെന്റഡ് പ്രോഡക്റ്റ്, പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് നമുക്ക് 5 ലെവൽസിൽ ക്ലാസിഫൈ ചെയ്യലും. അതിൽ ഫസ്റ്റ് വൺ ആണ് കോർ പ്രോഡക്റ്റ് എന്നുള്ളത്. ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ലെവൽ is core product. Core benefits is core product. It is the fundamental problem solving benefits or service that a consumer seek. In short, it is the service or benefits that the customer is really buying. For example, rest and sleep in hiring a room in a hotel, tasty meal in a hotel, entertainment in the case of rock music, etc. Okay, അത് കോർ പ്രോഡക്റ്റ് ആണ്, കോർ ബെനിഫിറ്റ്സ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കോറായിട്ട് അതിൻ്റെ കൂടെ കോർ ബെനിഫിറ്റ്സ് ആയിട്ട് അവൈലബിൾ ആവുന്നതിനാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോസ്റ്റ് ഫണ്ടമെന്റൽ ലെവൽസ് ആണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് ഇത് കോർ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഫണ്ടമെന്റൽ പ്രോബ്ലം സോൾവിങ് ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിന് കോർ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മൾ റൂം ഹെയർ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെയുള്ള കോർ ബെനിഫിറ്റ്സ് എന്നുള്ളത് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ആണ്. ഓക്കെ, ദെൻ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടുത്തെ കോർ ബെനിഫിറ്റ്സ് എന്നുള്ള ടേസ്റ്റി മീൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു കാർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോർ പ്രോഡക്റ്റ് എന്നുള്ളത് ട്രാവലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഫണ്ടമെന്റൽ ഓർ കോർ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിന് ഫസ്റ്റ് ലെവൽ കോർ പ്രോഡക്റ്റ് ആണ്. കോർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ കോർ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, മെയിനായിട്ട് ഏതൊരു മെയിൻ എയിം എന്താണോ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന മെയിൻ എയിം എന്താണോ അതാണ് കോർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് ബേസിക് പ്രോഡക്റ്റ് എന്നുള്ളത്. It is the actual product a consumer is buying. It is the version of the product containing those characteristics or attributes absolutely necessary for it to functions. Okay, അപ്പോൾ ഈ കോർ പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ അത് അബ്സല്യൂട്ട് ആയിട്ട് ക്ലിയർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യിക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ബേസിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോർ പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ്, അതിന്റെ ഫംഗ്ഷൻസിന് കമ്പൈൻ ചെയ്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഇത് ബേസിക് പ്രോഡക്ട്സ് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോട്ടലിന്റെ റൂം ഏറെയാണെങ്കിൽ അതിന്റെ ബേസിക് പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ കോർ ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എന്നുള്ളത്. അവിടെ തരുന്ന ബേസിക് പ്രോഡക്ട്സ് എന്നുള്ള ഇപ്പോൾ ബാത്റൂം ഫെസിലിറ്റീസ്, ടവല്, ഫാന്, ടേബിൾ, ചെയർ, വാട്ടർ എക്സെട്ര, ഇതൊക്കെ എന്താണ് ബേസിക് പ്രോഡക്ട്സ് ആണ്. ആ കോർ
പ്രോഡക്ട്സിന്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ്, അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ്, അല്ലെ ആക്ച്വൽ പ്രോഡക്ട്സ് ആണ്. കൺസ്യൂമർ ബൈ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വൽ പ്രോഡക്ട്സിനെയാണ് എന്ത് ഈ ഒരു ബേസിക് പ്രോഡക്ട്സ് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ കാറിന്റെ കേസിലാണ്, നമ്മൾ കാർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ട്രാവലിംഗ് ആണ് ഇതിന്റെ എന്താണ് കോർ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. അവിടെ വരുന്ന ബേസിക് പ്രോഡക്ട്സ് എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള സീറ്റ്, ദെൻ റിവേഴ്സ് ഗിയർ, മിറർ, ഗ്ലാസ്, ഇതൊക്കെ എന്താണ് ബേസിക് പ്രോഡക്റ്റ് ആണ്, അതിന്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ തേർഡ് വൺ ആണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്നുള്ളത്. This is a set of attributes and conditions buyers normally expect when they are purchase a product. Okay, നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഹൈ ലെവൽസിൽ ഒരു റൂം എയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യും, അതിന്റെ പ്രൈസിനനുസരിച്ച് നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ബയേഴ്സ് നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്ട്സ് എന്നുള്ളത്. ഇപ്പോൾ റൂം ഏറെയാണെങ്കിൽ നീറ്റ് ബെഡ്, ദെൻ ക്ലീൻ ബാത്റൂം, ഫ്രഷ് ടവൽ, അൺലിമിറ്റഡ് വാട്ടർ, ഇതൊക്കെ 5 സ്റ്റാർ ഹോട്ടൽസ് ആണ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ്. അതാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്ട്സ് എന്ന്. ഇപ്പോൾ ഒരു ലക്ഷറി കാറാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പവർ സ്റ്റാറിങ്, ദെൻ പവർ വിൻഡോസ്, റിവേഴ്സ് ക്യാമറ, ഇതൊക്കെ നമ്മൾ എന്താ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്നുള്ളത്. കൺസ്യൂമേഴ്സ് നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്ട്സ് എന്നുള്ളത്. Then fourth one ആണ് augmented product എന്നുള്ളത്. This is what the customers gets more than his expectation ആണ് in a product. ഒരു പ്രോഡക്റ്റിൽ കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷനാട്ടിലും കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് augmented product എന്നുള്ളത്. Okay, customers gets more than his expectation ആണ്. കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷന്റെ മുകളിൽ അവൈലബിൾ ആകുന്നതിനാണ് നമ്മൾ ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്നുള്ളത്. എക്സ്പെക്ട് അഡീഷണൽ ബെനിഫിറ്റ്, ഫോർ എക്സാമ്പിൾ കളർ ടി വി, ഷാമ്പു, ദെൻ റൂം സ്ലിപ്പേഴ്സ്, റൂം ടെലിഫോൺ, എയർ കണ്ടീഷൻസ്, ഇതൊക്കെയാണ് എന്താണ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ്. ഇൻ ദി കേസ് ഓഫ് ഹയറിങ് എ റൂം ഇൻ എ ഹോട്ടൽ. ഓക്കെ, ഒരു ഹോട്ടലിൽ നമ്മൾ റൂം ഹയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കളർ ടി വിസ്, ഷാമ്പൂസ്, റൂം സ്ലിപ്പേഴ്സ്, റൂം ടെലിഫോൺസ്, എയർ കണ്ടീഷൻസ്, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ എന്താണ് കസ്റ്റമേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ അതിന് അഡീഷണൽ അതിന് പുറമെ കിട്ടുന്ന പ്രൊഡക്ട്സുകളാണെങ്കിൽ നമ്മൾ ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ഒരു കാറ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഇൻഷുറൻസ്, ഫ്രീ ആയിട്ടുള്ള സ്റ്റെപ്പിനി കാര്യങ്ങൾ, ടൂൾസ്, മെഷീനറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇസ് കോൾഡ് ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്നുള്ളത്. The last one ആണ് potential products എന്നുള്ളത്. This is the highest level which can incorporate all possible benefits the product provides today and tomorrow. Okay, highest level ആണ് which can incorporate all possible benefits the products ആണ്. ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ പോസിബിൾ ബെനിഫിറ്റ്സിനാണ് പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഒരു ഹൈയസ്റ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ എല്ലാ പ്രൊഡക്ട്സിനുമാണ് പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സിന് മാക്സിമം ഹൈയസ്റ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആ പ്രൊഡക്ട്സിന്റെ കൂടെ തന്നെ അവരെല്ലാം എല്ലാ പോസിബിൾ പ്രോഡക്ട്സും പ്രൊവൈഡ് ചെയ്യണതാണ് പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്, വെൽക്കം ഡ്രിങ്ക്, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻസ്. ഇൻ ദി കേസ് ഓഫ് ഹയറിങ് എ റൂമാണ്. ഓക്കെ, റൂം ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും വെൽക്കം ഡ്രിങ്ക്സും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്. ഇതൊക്കെ എന്താണ് പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ആ ഒരു റൂമിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ എല്ലാ സർവീസ് അവരെന്താണ് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. Okay, then future cars may have mobile office interactive computers. Okay, future കാറിൽ എന്താണ് ആ മൊബൈൽ ഓഫീസും ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ് പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ളതിൽ വെച്ച് എല്ലാ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സർവീസുകളും എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യണേനാണ് നമ്മൾ പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് എന്നുള്ളത്. പ്രൊഡക്റ്റിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ കോർ പ്രൊഡക്റ്റ്, ബേസിക്, ദെൻ എക്സ്പെക്റ്റഡ്, ഓഗ്മെന്റഡ്, പൊട്ടൻഷ്യൽ എന്നുള്ളത്. കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോർ ബെനിഫിറ്റ്സ് ആണ്, കോർ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോർ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ റൂമിന്റെ കേസിലാണെങ്കിൽ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എന്നുള്ളതാണ് കോർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ദെൻ ബേസിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഡക്റ്റ് ആണ്, കൺസ്യൂമർ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വൽ പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ ആ പ്രോഡക്ട്സിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അത് ക്ലിയർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ വേണ്ട ആട്രിബ്യൂട്ട്സിനെയാണ് ബേസിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റൂം ഹയർ ചെയ്യുകയാണെങ്കിൽ ബാത്റൂം, ടവല്, ഫാന്, ടേബിള്, ചെയർ, വാട്ടർ, കാര്യങ്ങളൊക്കെ. ദെൻ എക്സ്പെക്റ്റഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബയേഴ്സ് നോർമൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്ട്സ് എന്നുള്ളത്. ഓക്കെ, നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ബയേഴ്സ് നോർമൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ്. ദെൻ ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് പറഞ്ഞാൽ മോർ ദാൻ ഇസ് എക്സ്പെക്ടേഷൻ ആണ്.
കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് വൺ ആണ് പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്നുള്ളത്. ഓൾ പോസിബിൾ ബെനിഫിറ്റ്സ് ആണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ പോസിബിൾ ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ലെവൽസ് ഓഫ് പ്രൊഡക്റ്റ്. ദെൻ 5 ലെവൽസ് ഓഫ് പ്രൊഡക്ട്സിന്റെ ഡയഗ്രാംസ് ആണ് നോക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഏറ്റവും കോർ ആയിട്ടുള്ള കോർ ബെനിഫിറ്റ്സ്, ഇതിനാണ് നമ്മൾ കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും മിഡിലാണ് വരിക. ദെൻ ജനറിക് പ്രൊഡക്റ്റ്, ഓക്കെ, ജനറൽ പ്രൊഡക്റ്റ്, ബേസിക് പ്രൊഡക്റ്റ്, ദെൻ എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ്, ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ്, പൊട്ടൻഷ്യൽ പ്രൊഡക്ട്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നുള്ളത്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നാണ്, അവിടെ സ്പേസിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് നെക്സ്റ്റ്. Product differentiation involves developing and promoting an awareness in the minds of customers that the company products differ from the products of competitors. This is made by using trademark, brand name, packaging, labeling, etc. Okay, product differentiation എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ കമ്പനിന്റെ പ്രൊഡക്റ്റ് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ ഡിഫറെന്റ് ആണെന്ന് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ഇവർ ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ബ്രാൻഡ് മാർക്കും ബ്രാൻഡ് നെയിമും പാക്കേജിങ്ങും ലാബലിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിനെക്കാട്ടും ഡിഫറെന്റ് ആണ്, ഇതിന് യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സർവീസ് ഡിഫറൻസിയേഷനും സിമിലർ തന്നെയാണ്. കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ് സർവീസിന്റെ ബേസിൽ. ഓക്കെ, ഈ ഒരു സർവീസ് കോമ്പറ്റീറ്റേഴ്സിന്റെ സർവീസിനായിട്ടും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സർവീസ് ഡിഫറൻസിയേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ സർവീസ് ആവുമ്പോൾ എന്താണ്, സർവീസിന്റെ കേസിലാവും എന്ത് ചെയ്യുക, ഡിഫറൻസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ മെയിൻ സർവീസ് ഡിഫറൻസിയേഷൻ ആർ ഓർഡറിംഗ്, ഈസി, ദെൻ ഡെലിവറി, ഇൻസ്റ്റാളേഷൻ, കസ്റ്റമർ ട്രെയിനിങ്സ്, ദെൻ കസ്റ്റമർ കൺസൾട്ടിങ്, ദി മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ, റിട്ടേൺസ്. ഓക്കെ, ഇപ്പൊ ഈ മെയിൻ സർവീസുകളൊക്കെ എന്താണ് കോമ്പറ്റീറ്റേഴ്സിനായിട്ടിലും നമ്മൾ സർവീസ് ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സർവീസ് ഡിഫറൻസിയേഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇപ്പൊ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനും സർവീസ് ഡിഫറൻസിയേഷനും പറഞ്ഞിട്ടോ. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ പ്രോഡക്റ്റ് ഡിഫറെന്റ് ആണ്, കോമ്പറ്റീറ്റേഴ്സിനാട്ടിൽ പ്രോഡക്റ്റ് ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനും സർവീസ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ഡിഫറെന്റ് ആണ് എന്നുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് അറിയല്ലോ, തിയോഡർ ലെവിറ്റ് ആണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് ഓഗ്മെന്റ് പ്രോഡക്റ്റ് ഓർ ദ അഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഹേ യൂസർ ഒബ്റ്റെയിൻ ആണ്. ഒരു യൂസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ അഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് ആണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇത് നോട്ട്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കണേ, ഞാനിവിടെ സിമ്പിൾ ആയിട്ട് പോയിന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നോക്കുക, പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ആൻഡ് ടാഞ്ചിബിലിറ്റി ആണ്. ഓക്കെ, പ്രൊഡക്റ്റിന്റെ ഡ്യൂറബിലിറ്റിന്റെയും ടാഞ്ചിബിലിറ്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. പ്രൊഡക്റ്റിനെ നമ്മൾക്ക് 3 ക്രൈറ്റീരിയസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി പറയുന്നുണ്ട്, ദെൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് പറയുന്നുണ്ട്, ദെൻ ഓൺ ദി ബേസ് ഓഫ് കൺസപ്ഷൻ ഓർ കൺസ്യൂമർ ഗുഡ്സും പറയുന്നുണ്ട്. ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി എന്നുള്ളത് ആൻഡ് ടാഞ്ചിബിലിറ്റി. ഇതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഡ്യൂറബിലിറ്റിന്റെയും ടാഞ്ചിബിലിറ്റിന്റെയും ബേസിൽ നമ്മൾ പ്രോഡക്റ്റിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളത്. അപ്പൊ പറയാം, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, consumed once or after using few times ആണ്. പർച്ചേസ്ഡ് ഫ്രീക്വന്റ്ലി, നമ്മൾ ഫ്രീക്വന്റ്ലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് എന്ത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞത്. കൺസ്യൂമർ ക്വിക്കായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സുകളാണ്. ഓക്കെ, ഇപ്പോൾ ബാർ സോപ്സ്, ഷാംപൂസ്, സോപ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന്. കൺസ്യൂമർ ക്വിക്കായിട്ട് അത് കൺസ്യൂം ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നുള്ളത്. ദ സെക്കൻഡ് വൺ ആണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്നുള്ളത്.
that survive for many years and have many uses. Okay, ഒരുപാട് ഇയേഴ്സും ഒരുപാട് യൂസേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് ഇത് ഡ്യൂറബിൾ ഗുഡ്സ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ AC, സ്കൂട്ട് വെഹിക്കിൾസ്, ദെൻ റെഫ്രിജറേറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. ഒരുപാട് വർഷം ഒരുപാട് യൂസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗുഡ്സ് ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യൂല, ദെൻ ക്വിക്കായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യൂല. ഓക്കെ, ഇങ്ങനത്തെ ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റിയ ഗുഡ്സുകളാണ് ഇത് ഡ്യൂറബിൾ ഗുഡ്സ് എന്നുള്ളത്. The next one ആണ് സർവീസ് എന്നുള്ളത്. ഇൻടാഞ്ചിബിൾ, ഇൻസെപ്പറേറ്റബിൾ, വേരിയബിൾ ആൻഡ് പെരിഷബിൾ പാർട്ട് ഓഫ് എ പ്രോഡക്ട്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ റിപ്പയർ, ഹോസ്പിറ്റാലിറ്റി, കസ്റ്റമർ കെയർ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ദ സർവീസ് എന്നുള്ളത്. സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള, ഇൻസെപ്പറേറ്റബിൾ ആയിട്ടുള്ള, വേരിയബിൾ ആൻഡ് പെരിഷബിൾ പാർട്ടാണ്. ഒരു പ്രൊഡക്റ്റിന് തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ ഫീൽ ചെയ്യാൻ പറ്റാത്ത, ഇൻസെപ്പറേറ്റബിൾ ആണ്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേരിയബിൾ ആയിട്ടുള്ള, പെരിഷബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ പാർട്സ് ആണ് ഇത് സർവീസ് എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു വെഹിക്കിൾ റിപ്പയർസ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഹോസ്പിറ്റാലിറ്റി, കസ്റ്റമർ കെയർ, ഇതൊക്കെ എന്താണ് സർവീസസ് ആണ്. ഓക്കെ, അത് ഇൻടാഞ്ചിബിൾ ആണ്, ഇൻസെപ്പറേറ്റബിൾ ആണ്, ദെൻ പെരിഷബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്, പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നോൺ ഡ്യൂറബിൾ ആണ്, ക്വിക്കായിട്ട് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് ഇത് നോൺ ഡ്യൂറബിൾ ഗുഡ്സിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ബാർ സോപ്സ് ഒക്കെ. ദെൻ ഡ്യൂറബിൾ ഗുഡ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, മെനി ഇയേഴ്സും മെനി യൂസേഴ്സും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഗുഡ്സുകളാണ് ഇത് ഡ്യൂറബിൾ ഗുഡ്സ് എന്നുള്ള. എക്സാമ്പിൾ റെഫ്രിജറേറ്റർ, AC, സ്കൂട്ടേഴ്സ്, കാര്യങ്ങളൊക്കെ. ദെൻ പറഞ്ഞു സർവീസസ് ആണ്. ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സർവീസസ് എന്ന് പറയാൻ പറ്റും. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ. ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഗുഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, ദെൻ ക്യാപിറ്റൽ ഗുഡ്സ്, ദെൻ സപ്ലൈസ് ആൻഡ് സർവീസസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നോക്കാം മെറ്റീരിയൽ ആൻഡ് പാർട്സ് എന്നുള്ളത്. Okay, material and parts hoga. Goods that are required for manufacturing a products. For example, raw materials, components, common part or spare parts എന്നല്ല. മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആണ്. നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ കോമ്പോണൻസ്, അല്ലെങ്കിൽ സ്പെയർ പാർട്സ്, ഇതൊക്കെയാണ് മെറ്റീരിയൽ ആൻഡ് പാർട്സിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീസെയിൽസിന് വേണ്ടി, ഫർദർ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സുകളാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ആൻഡ് പാർട്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ റോ മെറ്റീരിയൽസ്, ഫർദർ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോൺസ്, അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെയാണ് എന്ത് മെറ്റീരിയൽ പാർട്സിൽ വരുന്നത്. ദ സെക്കൻഡ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളത്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ ഗുഡ്സ് യൂസ് ടു പ്രൊഡ്യൂസ് കൺസപ്ഷൻ ഗുഡ്സ്. ഓക്കെ, നമ്മൾ ഈ കൺസപ്ഷൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്യൂറബിൾ ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിഷനറീസ്, ടൂൾസ് ആൻഡ് മിഷനറീസ് ഒക്കെ ആണ് ക്യാപിറ്റൽ ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരിക. ദെൻ തേർഡ് വൺ ആണ് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ് എന്നുള്ളത്. These are short lasting goods, that is business services that facilitate in developing in the finished goods. Okay, finished goods ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ബിസിനസ് സർവീസുകളാണ് ഇത് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷനിലെ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ആൻഡ് പാർട്ടാണ്. മെറ്റീരിയൽ പാർട്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്, സ്പെയർ പാർട്സ് ഒക്കെ. ദെൻ സെക്കൻഡ് പറഞ്ഞു ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളത്. കൺസപ്ഷൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്യൂറബിൾ ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ള. എക്സാമ്പിൾ മിഷനറീസ്, ടൂൾസ് ഒക്കെ. ദെൻ സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ഡെവലപ്പ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഗുഡ്സിനാണ് നമ്മൾ സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ് ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇത് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ് എന്നുള്ളത്. Then third classification ആണ് on the base of consumption or consumer goodsന്റെ classifications ആണ്. ഓക്കെ, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൺസ്യൂമേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് അതിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇത് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്. അപ്പം അതിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കൺസപ്ഷന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, കൺവീനിയൻസ് ഗുഡ്സും പറയുന്നുണ്ട്. ദെൻ കൺവീനിയൻസ് ഗുഡ്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ, 3 അപ്പം എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് നോക്കുക.
Okay, അപ്പോൾ എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് നോക്കാം. ദ ഗുഡ്സ് കൺസ്യൂമർ പർച്ചേസ് ഫ്രീക്വൻറ്റ്ലി ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിത്തിൻ എ മിനിമം എഫേർട്ട്. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ, സോപ്സ്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് ഇത് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. കൺവീനിയൻസ് ഗുഡ്സ് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക, ദെൻ ഇമ്മീഡിയറ്റ് മീത്ത് മിനിമം എഫേർട്സിൽ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് ഇത് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, കൺസ്യൂമേഴ്സ് മിനിമം എഫേർട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇത് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. എക്സാമ്പിൾ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സ്, സോപ്സ്, മാച്ച് ബോക്സ്, സാൾട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൺസ്യൂമേഴ്സ് എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും, വിത്ത് മിനിമം എഫേർട്സിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ഒന്നും കണ്ടക്ട് ചെയ്യില്ല. ഏറ്റവും കൺവീനിയൻസ് ആയിട്ട് എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവൈലബിൾ ആകുന്ന അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധേഡല്ല ഈ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. അങ്ങനത്തെ ഗുഡ്സ് ആണ് ഇത് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. കൺവീനിയൻസ് ഗുഡ്സിനെ തന്നെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യുക: സ്റ്റാപ്പിൾ, ഇമ്പൾസ് ആൻഡ് എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. ഇതൊക്കെ നോട്ട്സിൽ ഉണ്ട് കേട്ടോ ഈ പോയിന്റ്സ് ഒക്കെ. കൺവീനിയൻസ് ഗുഡ്സിനെ നമ്മൾ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് സ്റ്റാപ്പിൾസ് എന്നുള്ളത്. സ്റ്റാപ്പിൾ നോക്കുക: എ കൺവീനിയൻസ് ഗുഡ്സ് കൺസ്യൂം പർച്ചേസ് ഓൺ റെഗുലർ ബേസിസ്. ഫോർ എക്സാമ്പിൾ മിൽക്ക്, ഫിഷ് എന്നൊക്കെ. ഇപ്പൊ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ഗുഡ്സ് തന്നെയാണ്. കൺസ്യൂമർ പർച്ചേസ് ഓൺ റെഗുലർ ബേസിസ് ആണ്. കൺസ്യൂമേഴ്സ് റെഗുലർ ബേസിസിൽ പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മിൽക്ക്, ഫിഷ് എന്നൊക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാപ്പിൾ ഗുഡ്സ് നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സ് എന്താണ് റെഗുലർ. ഷിറ്റ്, എക്സ്ക്യൂസ് മീ, സ്ക്രീന് വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൺവീനിയൻസ് ഗുഡ്സ് തന്നെയാണ്. കൺസ്യൂമേഴ്സ് റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സിനെ നമ്മൾ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിൽക്ക്, ഫിഷ് ഒക്കെ. ദ സെക്കൻഡ് വൺ ആണ് ഇമ്പൾസ് ഗുഡ്സ് എന്നുള്ളത്. ഇമ്പൾസ് ഗുഡ്സ് ആർ കൺവീനിയൻസ് ഗുഡ്സ് പർച്ചേസ്ഡ് വിത്തൗട്ട് എനി പ്ലാനിങ് ഓർ എഫേർട്സ് ആണ്. ഓക്കെ, കൂടുതൽ പ്ലാനിങ്ങും എഫേർട്സ് ഒന്നും ഇല്ലാതെ കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സ് ആണ് ഇമ്പൾസ് ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, വിത്ത് മിനിമം പ്ലാനിങ്ങും എഫേർട്സിലും കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സ് ആണ് ഇമ്പൾസ് ഗുഡ്സ് എന്നുള്ളത്. ദ തേർഡ് വൺ ആണ് എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. ആർ കൺവീനിയൻസ് ഗുഡ്സ് പർച്ചേസ്ഡ് വെൻ ദ നീഡ് ഈസ് അർജന്റ്. ഓക്കെ, നമ്മളെ നീഡ്സ് അർജന്റ് ആകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സ് ആണ് എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. ഇപ്പൊ അംബർല എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അത് എപ്പോഴാണ് അർജന്റ് ആയിട്ട് വരുന്നത്, ആ നീഡ്സ് എപ്പോഴാണ് റൈസ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സ് ആണ് എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ കൺവീനിയൻസ് ഗുഡ്സിനെ ഇങ്ങനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്: സ്റ്റാപ്പിൾസ്, ദെൻ ഇമ്പൾസ് ഗുഡ്സ്, ദെൻ എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. കൺവീനിയൻസ് ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കൺസ്യൂമേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്ത് മിനിമം എഫേർട്ടിൽ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. ഇപ്പൊ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ ബേസിസിൽ കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സിനെ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്നും, ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മിനിമം എഫേർട്സിൽ പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സിനെ ഇമ്പൾസ് ഗുഡ്സ് എന്നും, ദെൻ നീഡഡ് അർജന്റ് ആയിട്ട് വരുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന കൺവീനിയൻസ് ഗുഡ്സിനെ എമർജൻസി ഗുഡ്സും എന്നും പറയാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് കൺസപ്ഷൻ വൈസിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ വൈസിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, ബിഫോർ ദ ഫൈനൽ സെലക്ഷൻ ഗുഡ്സ് സ്റ്റൈലേജ്, സ്യൂട്ടബിലിറ്റി എക്സെട്ര they are compared with the other goods, quality, price എക്സെട്ര, ക്ലോത്ത്സ്, ഫർണിച്ചർ ഒക്കെ എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പൊ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമ്പയർ അതിന്റെ സ്റ്റൈല്, സ്യൂട്ടബിലിറ്റി, പ്രൈസ്, ക്വാളിറ്റി, ഈ കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതെങ്കിൽ അതാണ് ഇത് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ആണ് ക്ലോത്ത്, ഫർണിച്ചർ ഒക്കെ. ഇതൊന്നും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്ത് മിനിമം എഫേർട്സിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യില്ല, മിനിമം എഫേർട്സിലല്ലേ നമ്മൾ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഷോപ്പിംഗ് ഗുഡ്സ് ആണ്. നമ്മൾ ക്ലോത്തും ഫർണിച്ചറൊക്കെ ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുക. അതിന്റെ സ്റ്റൈല്, സ്യൂട്ടബിലിറ്റി, പ്രൈസ്, ക്വാളിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കമ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഷോപ്പിംഗ് ഗുഡ്സിൽ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഗുഡ്സ് ആണ് ഇത് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത്. Then third one down the specialty goods എന്നുള്ളത്. Goods that have special or unique characteristics or have brand identification. For example, car, cameras. Okay, specialty goods എന്ന് പറഞ്ഞാൽ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബ്രാൻഡ്സിന്റെ ഗുഡ്സിനെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബ്രാൻഡ് പ്രോഡക്ട്സുകളാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ക്യാമറ, റൈബന്റെ ഗ്ലാസ്, അല്ലെങ്കിൽ ടൈറ്റാന്റെ വാച്ച്സ്, അല്ലെങ്കിൽ എന്താണ് കാർസിൽ തന്നെയാണ് ഓഡിയോ, BMW, അങ്ങനെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബ്രാൻഡഡ് പ്രോഡക്ട്സുകളാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് അൺസോർട്ട് ഗുഡ്സ് എന്നുള്ളത്. Those goods
that the consumers may have no knowledge about that they hence may not think of buying them. For example, life ഇൻഷുറൻസ്, എൻസിക്ലോപീഡിയ എക്സെട്ര. ഓക്കെ, കൺസ്യൂമേഴ്സിന് കൂടുതൽ നോളജ് ഒന്നുമില്ല അത് പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് കൺസ്യൂമേഴ്സ് അധികം ബോധയോടല്ല, കൺസ്യൂമേഴ്സിന് ഡീറ്റെയിൽഡ് നോളജും അവൈലബിൾ അല്ല. ഇങ്ങനത്തെ ഗുഡ്സുകളാണ് ഇത് അൺസോർട്ട് ഗുഡ്സ് എന്നുള്ളത്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഒരു നെസറിൻ്റെ ആവശ്യത്തിലോ മാത്രം പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, എൻസിക്ലോപീഡിയ ഒക്കെ. ഓക്കെ, അപ്പോൾ അതൊന്നിനെ കുറിച്ചൊന്നും കൺസ്യൂമേഴ്സിന് കൂടുതൽ ഡീറ്റെയിൽഡ് നോളജ് അവയർനെസ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇവർ ഇതിന് പർച്ചേസ് ചെയ്യണമെന്നതിനെ കുറിച്ച് കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളും നടത്തൂല. ഓക്കെ, ഇങ്ങനെയുള്ള ഗുഡ്സുകളാണ് ഇത് അൺസോർട്ട് ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഗുഡ്സിന്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞ ഓൺ ദി ബേസ് ഓഫ് കൺസെപ്ഷൻ ഓർ കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്. അപ്പൊ അതിൽ കൺവീനിയൻസ് ഗുഡ്സ് പറഞ്ഞു, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, അൺസോർട്ട് ഗുഡ്സ് എന്നുള്ളത്. കൺവീനിയൻസിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ: സ്റ്റാപ്പിൾസ്, ഇമ്പൾസ് ആൻഡ് എമർജൻസി. ദെൻ ഷോപ്പിംഗ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു, കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന സ്പെഷ്യൽ ഗുഡ്സ് ആണ് ഇത് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത്. സൂട്ടബിലിറ്റി അല്ലെങ്കിൽ എന്താണ് പ്രൈസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇതൊക്കെ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ നമുക്ക് ഷോപ്പിംഗ് ഗുഡ്സ് എന്നും, സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബ്രാൻഡഡ് പ്രോഡക്ട്സുകളെ നമുക്ക് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നും. ദ ലാസ്റ്റ് വൺ അൺസോർട്ട് ഗുഡ്സ് ആണ്. കൺസ്യൂമേഴ്സ് ദേ ഹാവ് നോ നോളജ് അബൌട്ട് ദ പ്രോഡക്ട്സ് ആണ്, പ്രോഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് നോളജ് അവൈലബിൾ അല്ല. ദെൻ ദേ മെ നോട്ട് തിങ്ക് ഓഫ് ബൈയിങ് ദം. ഓക്കെ, അത് പർച്ചേസ് ചെയ്യണോ എന്നതിനെ കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കാത്തുള്ള പ്രോഡക്ട്സ് ആണ് അൺസോർട്ട് ഗുഡ്സ് എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്നുള്ളത്, ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, ദെൻ ഡിഫറൻസ് അറിയില്ല, ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും നമ്മൾ ഡിഫറൻസ് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻസ് നോട്ട് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ ഡ്യൂറബിലിറ്റിന്റെ ബേസിൽ പറഞ്ഞു, ദെൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, ദെൻ കൺസെപ്ഷൻ ഓർ കൺസ്യൂമർ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഡ്യൂറബിലിറ്റിയിൽ 3 എണ്ണം, ദെൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷനിൽ 3 എണ്ണം, ദെൻ കൺസെപ്ഷന്റെ കേസിൽ 4 ക്ലാസിഫിക്കേഷൻസും. ദ ഡിഫറൻസ് ബൈറ്റ്വീൻ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഓക്കെ, പറയേണ്ട ആവശ്യമില്ല, ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അൾട്ടിമേറ്റ് കൺസെപ്ഷന് വേണ്ടിയിട്ട് ഉള്ള ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ് എന്നല്ല. കൺസ്യൂമേഴ്സിന്റെ അൾട്ടിമേറ്റ് കൺസെപ്ഷന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ആവുക, ചിലപ്പം കോമ്പോണൻസ് ആവുക, അല്ലെങ്കിൽ പാർട്സ് ഒക്കെ ആവുക. ഓക്കെ, ഫർദർ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീസെയിൽസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീസെയിൽസിന് വേണ്ടിയിട്ട് ഫർദർ പ്രൊഡക്ഷനും വേണ്ടിയിട്ടാകും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. ദെൻ ഇതേറെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ് അധികം അവൈലബിൾ ആവുക. ഫ്യൂവർ അവൈലബിൾ ലാർജ് ക്വാണ്ടിറ്റീസിലാണ് എന്ത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. ദെൻ അഡ്വർടൈസ്മെന്റ്സും സെയിൽസ് പ്രൊമോഷൻസും ആണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ മെയിൻ ആയിട്ട് റോൾ ചെയ്യുന്നത്. ദെൻ ഡയറക്റ്റ് ആയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സും അധികം സപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ദെൻ കൺസ്യൂമർ ഗുഡ്സ് ആണ് നമുക്കറിയാം, ഇപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡിറ്റർജൻസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെയാണ് എന്ത് കൺസ്യൂമർ ഗുഡ്സിന് എക്സാമ്പിൾ ആണ്. ഫൈനൽ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. സെവറൽ ഐറ്റംസ് റിലേറ്റീവ് സ്മാൾ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, പിന്നെ അഡ്വർടൈസ്മെന്റ്സും സെയിൽ പ്രൊമോഷൻ തന്നെയാണ് ഇവിടെയും മെയിൻ ആയിട്ടുള്ള റോൾ ചെയ്യുന്നത്. കൂടുതൽ മിഡിൽ മാൻസും ചാൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസും ലോങ് ആയിരിക്കും ഈ ഒരു കൺസ്യൂമർ ഗുഡ്സിൽ എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ബ്രാൻഡിങ് എന്നുള്ളത്. ഓക്കെ, ബ്രാൻഡിങ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഹെഡിങ്. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ് ബ്രാൻഡിങ് എന്നുള്ളത്? ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, നെയിമിങ് എ പ്രോഡക്റ്റ് ഫോർ ഇറ്റ്സ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആണ് നെയിമിങ് എ പ്രോഡക്റ്റ് ഫോർ ഇറ്റ്സ് ഐഡന്റിഫിക്കേഷൻ. ഒരു പ്രൊഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അതിനെ നെയിമിങ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ബ്രാൻഡിങ് എന്നുള്ളത്. ഓക്കെ, നെയിമിങ് ചെയ്യാണ് അല്ലെങ്കിൽ നെയിം ചെയ്യാണ് ഒരു പ്രൊഡക്റ്റിനെ, അത് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നെയിമിങ് നടത്തുന്ന ഒരു പ്രോസസ് ആണ് ഇത് ബ്രാൻഡിങ് എന്നുള്ളത്. ഇപ്പൊ ബ്രാൻഡിങ് ഡിസിഷനിൽ ബ്രാൻഡിങ്ങിന്റെ അണ്ടറിൽ കുറച്ച് എലമെന്റ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ബ്രാൻഡ് എന്നുള്ളത്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നെയിം ആവാ, സിമ്പിൾസ്, ദെൻ മാർക്സ്, എ ടേംസ് ഓർ ഡിസൈൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബ്രാൻഡ് എന്നുള്ളത്. ഒന്നെങ്കിൽ ഒരു നെയിം ആവാ, അല്ലെങ്കിൽ എന്താണ് സിമ്പിൾസ് ആവാ, ബ്രാൻഡ് മാർക്ക് ആവാ, ടേംസ് ആവാ, ഡിസൈൻ ആവാ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആവാ ബ്രാൻഡ് എന്നുള്ളത്. ദെൻ ബ്രാൻഡിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക് എന്നുള്ളത്. അപ്പൊ എന്താണ് ബ്രാൻഡ് നെയിം നോക്കുക? ബ്രാൻഡ് നെയിം ഈസ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഓർ ഡിസൈൻസ് ഓർ കോമ്പിനേഷൻ ഓഫ് ദം. ഓക്കെ, ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വേർഡ്സ് ആവാ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആവാ, അല്ലെങ്കിൽ ഡിസൈൻസ് ആവാ, അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷനാണ് നമ്മൾ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ദെൻ ബ്രാൻഡ് മാർക്ക് ആണെങ്കിൽ സിമ്പിൾസ്, ഡിസൈൻസ് ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് കളറിംഗ് ഓർ ലെറ്ററിംഗ് ആണ്. ഓക്കെ, ബ്രാൻഡ് മാർക്ക് പറഞ്ഞാൽ ഒന്നീ സിമ്പിൾസ് ആവാ, അല്ലെങ്കിൽ ഡിസൈൻസ് ആവാ, ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റീവ് ആയ കളേഴ്സ് പാറ്റേൺസ് ആവാ, ലെറ്ററിംഗ് ആവാം.
ഓക്കെ, അപ്പൊ ഇതിനാണ് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രാൻഡിങ് ഡിഷൻസിൽ വരുന്നതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്രോഡായിട്ട് ബ്രാൻഡിങ് എന്താണെന്നുള്ളത്. ബ്രാൻഡിങ് ഈസ് എ പ്രോസസ് ഓഫ് നെയിമിങ് എ പ്രൊഡക്റ്റ് ഫോർ ഇറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നെയിമിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വരും. ബ്രാൻഡ് പറഞ്ഞാൽ നെയിമോ സിമ്പിൾസോ മാർക്കോ ടേംസോ ഡിസൈനോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ നമുക്ക് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റും. ദെൻ ബ്രാൻഡിനെ മെയിൻ ആയിട്ട് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക് എന്നുള്ളത്. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേർഡ്സിൽ ലെറ്റേഴ്സിലോ എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ബ്രാൻഡ് നെയിം എന്ന് പറയാം. ഒന്നെങ്കിൽ വേർഡ്സ് ആവാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആവാം. ദെൻ ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ്, ഡിസൈൻസ്, കളറിങ്, ലെറ്ററിങ് ആണ് ബ്രാൻഡ് മാർക്ക് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എത്രയാണ് ബ്രാൻഡിങ്ങിൽ വരുന്നത്. ദെൻ പിന്നെ പറയുന്നുണ്ട് ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്നുള്ളത്. എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി നോക്കുക. ക്ലാസ് ലാസ്റ്റ് 3 minutes ആണ്. കട്ടായി കഴിഞ്ഞാൽ ഈ ലിങ്കിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്യട്ടോ. Okay, listen. The next one on brand equity. Brand equity is the added value endowed on products and services. It may be reflects the way consumers think, feel, and act with respect to brand, as well as the prices, market share, and profitability of brand comments. Okay, brand equity എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡഡ് വാല്യൂ ആണ്. ഒരു പ്രൊഡക്ട്സ് സർവീസസിന്റെ ആഡഡ് വാല്യൂസിനാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഒരു മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ എന്ത് ആഡഡ് വാല്യൂ ആണ്. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ ആഡഡ് വാല്യൂസിനെ നമുക്ക് എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ എന്നുള്ള ഒരു റിഫ്ലക്ഷൻസ് ആണ്. കൺസ്യൂമേഴ്സ് എങ്ങനെ ആ ഒരു വസ്തുവിനെ തിങ്ക് ചെയ്യുന്നു, അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതിനോട് എങ്ങനെ ആ ഒരു ബ്രാൻഡിനോട് എങ്ങനെ ആ ബ്രാൻഡിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ മൈൻഡിൽ എങ്ങനെ പ്രൈസ് ചെയ്യണമെന്നോ, ഇതിന് മാർക്കറ്റ് ഷെയർ, പ്രോഫിറ്റബിലിറ്റി, ആ ബ്രാൻഡ്സിനെ എങ്ങനെ കമന്റ് ചെയ്യുന്നു, ഇതിനാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ ബ്രാൻഡ് ആണ് ഡിഫറെന്റ് ബ്രാൻഡ്സും അതിന്റെ ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് അറിയാലോ ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കാണ്. നൈക്കിൻ്റെ ഉണ്ട്, കൊക്കോ കോളിൻ്റെ ഉണ്ട്, ആപ്പിളിൻ്റെ ഉണ്ട്. ഓക്കെ, ദെൻ നോക്കുക ബ്രാൻഡ് ഇക്വിറ്റിയും അതിന്റെ എലമെന്റ്സും പറയുന്നുണ്ട്. ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആഡഡ് വാല്യൂ എൻഡോവ്ഡ് ഓൺ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആണ്. ഇറ്റ് റിഫ്ലെക്ട്സ് the way consumers think, feel, and act with respect to brand, as well as the price, market share, and profitability of brand comments ആണ്. Okay, then elements of brand equity ആണ്. ബ്രാൻഡ് ഇക്വിറ്റിനെ അഫക്ട് ചെയ്യുന്ന എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റിന്റെ എലമെന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത്. ഓക്കെ, brand awareness measures how many consumers in a market are familiar with the brand and what it stands for and have an opinion about that brand. Okay, ഫസ്റ്റ് എലമെന്റ് ആണ് ബ്രാൻഡ് ഇക്വിറ്റിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ് ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത്. ഓക്കെ, എലമെന്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ളത് 4 ആയിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഇത് ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത്. ബ്രാൻഡ് അവയർനെസ് എന്നുള്ള ഹൗ മെനി കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ആർ ഫെമിലിയർ വിത്ത് ദി ബ്രാൻഡ് ആണ്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിലുള്ള എത്രത്തോളം കൺസ്യൂമർ അല്ലെങ്കിൽ എത്ര കൺസ്യൂമേഴ്സ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് അവെയർ ആണ് എന്നാണ് എന്ത് ബ്രാൻഡ് അവയർനെസ്സിൽ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ബ്രാൻഡ് അവയർനെസ്സിൽ എത്രത്തോളം കൺസ്യൂമേഴ്സ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഫെമിലിയർ ആണ് അല്ലെങ്കിൽ അവയർനെസ് ഉണ്ട് എന്നുള്ളതിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത്. ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന്റെ ഒപ്പീനിയൻ എന്താണ്, എത്രത്തോളം കൺസ്യൂമേഴ്സ് ഈ ബ്രാൻഡ് ഫെമിലിയർ ആണ്, ഇതിനെ കുറിച്ച് അവയർനെസ് ആണ് എന്ന് മെഷർ ചെയ്യുന്നത് ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത്. ദെൻ സെക്കൻഡ് ആണ് പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ എന്നുള്ളത്. പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ. Perceived value is the relationship between a product benefits or service benefits and its cost. Okay, perceived value or perceived quality ആണ്. വാല്യൂ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇവിടെ ആ പറയുന്ന അങ്ങനെ തന്നെയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റും ബെനിഫിറ്റും നമ്മളുടെ റിലേഷൻഷിപ്പ് ആണ് പെർസീവ്ഡ് വാല്യൂ ഓർ പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ട്, അതിന്റെ കോസ്റ്റ് എത്രയാണ്, ഇത് നമ്മളെ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഈ ഒരു കോസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കൂടുതലാണോ അല്ലെങ്കിൽ കോസ്റ്റ് ആണോ കൂടുതൽ, ഇത് നമ്മളെ റിലേഷൻഷിപ്പ് ആണ് പെർസീവ്ഡ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രൊഡക്ട്സ് ബെനിഫിറ്റ് ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് ആണ്. ദെൻ തേർഡ് വൺ ആണ് ബ്രാൻഡ് അസോസിയേഷൻ എന്നുള്ളത്. ബ്രാൻഡ് അസോസിയേഷൻ refers to the mental link that consumers make between a brand and its key product attributes such as logos, slogans, or famous personality. It is the result from the firm's advertising and promotional efforts. Okay, next പറഞ്ഞതാണ് ബ്രാൻഡ്
അസോസിയേഷൻ എന്നുള്ളത്. ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ആണ്, അല്ലെങ്കിൽ അസോസിയേഷൻ ആണ്, ഒരു ലിങ്ക് ആണ്. കൺസ്യൂമേഴ്സും അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡിന്റെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഒരു ലിങ്കിനാണ് ഇത് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ആട്രിബ്യൂട്ട്സ് സച്ച് ലോഗോ, സ്ലോഗൻസ്, ഇതൊക്കെ തമ്മിലുള്ള ഒരു അസോസിയേഷൻ, ആ ഒരു ലിങ്കിനെയാണ് ഇത് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഒരു മെന്റൽ ലിങ്ക്സ് ആണ്. അതിന്റെ കീ ആട്രിബ്യൂട്ട്സിലെ ലോഗോസും സ്ലോഗൻസും ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ലിങ്കിനാണ് ഇത് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ഇത് ബ്രാൻഡ് ലോയൽറ്റി എന്നുള്ളത്. ലാസ്റ്റ് വൺ ആണ് എലമെന്റ്സ് ഓഫ് ബ്രാൻഡ് കിറ്റിയിലെ ലാസ്റ്റ് വൺ ആണ്